നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 55,000-ലേറെ അതിഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ, ഗുരുതരമായി പരിക്കേറ്റത് 7,000-ലധികം പേർക്ക്, മരണപ്പെട്ടവരുടെ എണ്ണം 1,000-ലധികം വരും. നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ലക്ഷങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ കോടികളിലേക്ക് എത്തും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു ഭീകരാക്രമണത്തിന്റെ ഒരു ദുരന്ത ഫലത്തിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചല്ല, ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിലുണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കണക്കല്ല. മറിച്ച് ഈ ഒരു പ്രബുദ്ധ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരുടെ ഒരു കണക്കാണ്. അതെ, ഇതൊരു കെട്ടകാലം തന്നെയാണ്. മനുഷ്യരുടെ വോട്ട് വാങ്ങിച്ച് വന്യമൃഗങ്ങൾക്ക് കാവൽ നിൽക്കുന്നവരുടെ കാലം. വന്യമൃഗങ്ങൾ മനുഷ്യരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന കെട്ടകാലം. കാട്ടാന ചവിട്ടിക്കൂട്ടി കൊന്നാലും, കടുവ കടിച്ചു കീറി കൊന്നാലും, കാട്ടുപന്നി കുത്തിക്കൊന്നാലും 10 ലക്ഷം രൂപ എന്ന ചാവു പണം കൊടുത്ത് രക്തസാക്ഷികളുടെ ജീവന് വില പറയുന്ന കെട്ടകാലം. ഈ കാലത്തിന്റെ ഉത്തരവാദി ആരാണ്? ഈ ദുരവസ്ഥയ്ക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിൽ, ഒപ്പം കർഷകനായിട്ടുള്ള ശ്രീ ജോഷുവ വെള്ളിരിക്കുണ്ട്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോബിൻ, നമുക്കറിയാം, നമ്മൾ ഈ ഒരു വന്യമൃഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ കഴിഞ്ഞ 48 അല്ലെങ്കിൽ 72 മണിക്കൂറിന്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ 3 വിലപ്പെട്ട മനുഷ്യ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ വിഷയം ചർച്ചയാക്കിയിട്ടും ഇത്രയധികം സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തേക്ക് ചെന്നെങ്കിലും, ഇത്രയധികം പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്ന് വരുന്നുണ്ടെങ്കിലും, വളരെ ലാഘവത്തോടെ, വളരെ നിസ്സാരവൽക്കരിച്ച് വനം വകുപ്പും പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയക്കാരും ഭരണ നേതൃത്വങ്ങളും ഈ വിഷയത്തെ വളരെ നിസ്സാരമായി കാണുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി. പ്രധാനപ്പെട്ട കാരണം കർഷകർ ഇന്ന് ഒരു വോട്ട് ബാങ്ക് അല്ലെന്നും കർഷകർക്ക് ഒരു പരിധിയിൽ കൂടുതൽ സംഘടിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെയുള്ള ഒരു തോന്നല് അധികാരവർഗത്തിന് ഉണ്ടായി കഴിഞ്ഞു. തന്നെയുമല്ല, എല്ലാ പ്രാവശ്യങ്ങളും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം വരുന്നു, കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നു, വനം വകുപ്പുകാർ വന്ന് ചില ഉറപ്പുകളൊക്കെ കൊടുക്കുന്നു, ഇനി ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറയുന്നു. അവർ ആ വഴിക്ക് പോകും. പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, കർഷകർ ആരും ആ വഴിക്ക് പോകുന്നുമില്ല. ഇപ്പോ ഈ പ്രതികരിക്കുന്ന ആളുകളുടെ പേരില് പല വകുപ്പുകളിട്ട് കേസെടുത്ത് അവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കർഷകരെ അങ്ങോട്ട് വിലയില്ലാത്തവരാക്കി മാറ്റിക്കളയാനുള്ള വളരെ തന്ത്രപൂർവമായിരിക്കുന്ന ഒരു ശ്രമം ഇവിടെ വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കർഷകർക്കിടയിൽ പലതരത്തിലുള്ള വിഭാഗീയതകൾ വളർത്തി അവരൊന്ന് ഒരുമിച്ച് കൂടാൻ പോലും കഴിയാത്ത തരത്തില് അവരെ ചിതറിച്ച് കളയാൻ തക്ക രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അത് പരിചരിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ സർക്കാർ നോക്കിയാല് ഈ പ്രദേശങ്ങളിലുള്ള, അതായത് നമ്മുടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ പരിഹാര മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ ഈ വന്യജീവി ആക്രമണമൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം നമുക്കറിയാം, ഓരോ ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഏതെല്ലാം മേഖലയിലാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്നും ഏതെല്ലാം സ്ഥലങ്ങളിലാണ് അക്രമ സാധ്യത ഉള്ളത് എന്നും അതിന്റെ ഒരു കാറ്റഗറി അനുസരിച്ച് തന്നെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ആ പ്രദേശങ്ങളിൽ അതിന് അനുയോജ്യമായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയെങ്കിലും വന്യജീവി ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ സോളാർ ഫെൻസിങ്ങിന് അനുവാദം കൊടുക്കും. ഈ സോളാർ ഫെൻസിങ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു അഴിമതിയുടെ ഒരു കൂത്തരങ്ങ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ കൈക്കൂലി, അതുപോലെ ഇതിന്റെ മെയിൻ്റെനൻസിന് കൈക്കൂലി, ഇതിന്റെ ഭരണ നടപടിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി, ഇങ്ങനെ ഒരുപാട് തലത്തില് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പുറകിലൂടെ പണം കിട്ടുന്ന തരത്തിലുള്ള പല സംവിധാനങ്ങളുണ്ട്. സോളാർ ഫെൻസിങ് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ, അതും സാധാരണ കമ്പി വലിച്ചുള്ളത് പ്രായോഗികമാകില്ല, തൂക്ക് ഫെൻസിങ്ങുകൾ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്രായോഗികമാവുകയുള്ളൂ. അല്ലാത്ത തലത്തില് മറ്റു തരത്തിലുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ, അത് ആനമതിൽ കെട്ടുന്ന സ്ഥലങ്ങളിൽ ആനമതിൽ കെട്ടണം, ട്രെഞ്ച് താത്തേണ്ട ഇടങ്ങളിൽ ട്രെഞ്ച് താത്തണം, അതുപോലെ റെയിൽ ഫെൻസിങ് വേണ്ട ഇടങ്ങളിൽ റെയിൽ ഫെൻസിങ് വേണം. അത് ഓരോ പ്രദേശത്തെ കുറിച്ചുള്ള ഗ്രൗണ്ട് സ്റ്റഡി നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം അതിനെ നമ്മൾക്കൊന്ന്
പരിശോധിച്ച് അത് നടപ്പാക്കിയെടുക്കാനായിട്ട്. പക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നും അത്തരം കാര്യങ്ങള് ചെയ്യുന്നില്ല. എല്ലാത്തിനും റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. ഇന്നിപ്പോ കോതമംഗലത്തെ കടുവ പ്രശ്നത്തെ കുറിച്ച് കോതമംഗലം MLA നിയമസഭയിൽ പറഞ്ഞു. മന്ത്രി പറഞ്ഞു പഠിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും. എന്താ നടപടി സ്വീകരിക്കുക? അവര് ഒന്നും ചെയ്യാന. കഴിഞ്ഞ ദിവസമാണെങ്കിൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ സംഭവ സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. അതായത് കടുവ നാട്ടിലിറങ്ങി ആളെ പിടിച്ചാൽ മാത്രമേ ഈ സംവിധാനം ചലിക്കുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ അത്രമാത്രം വിലയില്ലാത്തവരായിട്ട് മനുഷ്യനെ കാണുന്ന, കർഷകരെ കാണുന്ന, മലയോര നിവാസികളെ കാണുന്ന ഒരു വളരെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥ ഇന്നുണ്ട്. ഈ സർക്കാർ വന്യജീവി ശല്യം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയമാണ്. കർഷകരെ പരിഹസിക്കുന്ന ഒരു വനം മന്ത്രി നമ്മുടെ നാടിനുണ്ട് എന്നുള്ളതാണ് ഈ വന്യജീവി ആക്രമണങ്ങളെക്കാൾ വലിയ ദുരന്തം. കാരണം അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴെഴുതാത്ത പല കാര്യങ്ങളുണ്ടാകും. ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, പല വന്യജീവി ആക്രമണങ്ങളും കാടിനുള്ളിൽ വെച്ചാണ് നടക്കപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളും കാടിനുള്ളിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ധാരാളമുണ്ട്, കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ, വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ വളരെ പരിഹാസ രൂപേണ കാണുന്ന ഒരു മന്ത്രിയെ ചുമക്കേണ്ട ഗതികേട് ഈ നാട്ടിലെ കൃഷിക്കാരനുണ്ടായി എന്നുള്ളത് വളരെ നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. മലയോര ജനതയെ ഇവിടെ നിന്ന് കുടിയിറക്കാനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുക. കഴിഞ്ഞ വർഷം 94 പേര് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നമ്മുടെ നാട്ടില് 94 പേര് കൊല്ലപ്പെട്ടു. ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ വീണ്ടും ഈ മീറ്റിങ്ങുകൾ വിളിച്ച് നട്സും കഴിച്ച് അയ്യം കുടിച്ചു പോകുന്ന ഒരു അവസ്ഥ വനംവകുപ്പുകാർ കാണിക്കുന്നു. ശരിക്കും പ്രതിഷേധാർഹമാണ്. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേല് സർക്കാർ നടത്തുന്ന കടന്നുകയറ്റമാണ്. ഇതിനെതിരെ തീർച്ചയായിട്ടും ഒരു വലിയ ജനരോഷം ഇനിയും ഉയരേണ്ടതുണ്ട്. ശരിക്കും സർക്കാരും വനം വകുപ്പും പഞ്ചായത്തുകളും നാട്ടിലുള്ള NGO പോലുള്ള സംവിധാനങ്ങളും എല്ലാം ചേർന്ന് ഒരുമിക്കുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. അതിന് നമ്മുടെ സർക്കാർ അല്പം കൂടെ ജനപക്ഷത്തേക്ക് ഇറങ്ങി വന്ന്, കഷ്ടപ്പെടുന്നവന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന്, കർഷകരുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അത് വളരെ വ്യക്തമാണ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുണ്ട്. ഡോക്ടർ ചാക്കോ കാലാമ്പറമ്പിൽ, ഇന്നലെ ഇൻഫാമിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് അഭിമന്യ റെമീജിയോസ് പിതാവും അഭിമന്യ പുളിക്കൽ പിതാവും ഈ ഒരു വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ വനമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. റെമീജിയോസ് പിതാവ് വനമന്ത്രി രാജിവെക്കണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് മറുപടിയായി ഇന്ന് മന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്ന ചില വാക്കുകളുണ്ട്. അതായത് ബിഷപ്പുമാർ ആശ്വസിപ്പിക്കാൻ സിദ്ധിയുള്ള ആളുകളാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ചില സമയം അത് അങ്ങനെയാണോ എന്ന് സംശയമുണ്ട്. നല്ല വാക്കുകൾ പറയുന്നതാണ് ബിഷപ്പുമാർക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ലഘൂകരിക്കുന്ന, അല്ലെങ്കിൽ ബിഷപ്പുമാർക്കെതിരെ അഭിമന്യ പിതാക്കന്മാർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരു ശൈലി ഇന്ന് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. നമുക്കറിയാം, അച്ഛൻ പറഞ്ഞതുപോലെ ഒരു വനംവകുപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു പരാജയം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം വകുപ്പിൽ ഇത്തരത്തിലുള്ള നിരവധി പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുന്നവരുടെ നേരെ ഒരു കുതിര കയറുന്ന ആ ഒരു പ്രവണത, അത് ശരിയാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് ചേതോവികാരമാണ് ആ മന്ത്രി ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഡോക്ടർ ചാക്കോ കാലാമ്പറമ്പിൽ. ജോർഡി, ഈ മന്ത്രിയുടെ നിലപാട് ഒരു നേരം വെളുക്കാത്ത മനുഷ്യന്റെ നിലപാടാണ്. അദ്ദേഹത്തിന് ഇതുവരെയും നേരം വെളുത്തിട്ടില്ല. പുള്ളിയെ സംബന്ധിച്ച പ്രായാധിക്യമുണ്ട്. ഒരുപക്ഷെ ഇതൊന്നും ഓർത്തു വയ്ക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പുള്ളിയെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ മറ്റു പല മേഖലയിലുള്ളവരാണ്. മന്ത്രിയുടെ സമീപനം തന്നെ ഈ അടുത്ത നാളുകളിൽ നമ്മൾ എടുത്തു നോക്കുക. അതായത് വനത്തില് എന്തിനാണ് ആളുകൾ പോകുന്നത്, അതുകൊണ്ടല്ലേ വന്യജീവികളെ ആക്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. ആദിവാസികൾ വനത്തിലല്ലാതെ എവിടെ താമസിക്കുക? അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടതെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലും പാടത്തും പറമ്പിലുമാണ്. ഇത് മനസ്സിലാക്കാതെ അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പരിപാടി നിർത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ ശരിയല്ല, അതുകൊണ്ട് വന്യമൃഗങ്ങളെ ക്യാമറയുടെ റേഞ്ചിനുള്ളിൽ വരുന്നില്ല, അതുകൊണ്ടാണ് ആക്രമണം നടക്കുന്നത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു കേട്ടു. എന്താണ് ഇതൊക്കെ പറയാൻ ഇത്തരം വിഡ്ഢിത്തം പുലമ്പാനായിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മൾ 2 വട്ടം ചിന്തിക്കണം. മറ്റൊരു ഇടത്ത് അദ്ദേഹം പറഞ്ഞു കേട്ടു, നമ്മുടെ വയനാട്ടിലെ ആ സഹോദരി കടുവ തിന്ന്
അവരുടെ ശരീരം രണ്ടു തുണ്ടമാക്കി രാധ അവരുടെ കമ്മലും വസ്ത്രങ്ങളും വരെ കടുവയിൽ നിന്ന് വയറ്റിനെടുക്കുന്ന, കടുവയെ പിടിക്കാനും കടുവേനെ ഏതെങ്കിലും വിധത്തില് ഈ ആക്രമണത്തിന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രി വന്ന് വലിയ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് പാട്ട് പാടി അഭിരമിക്കുകയാണ്. നീറോയുടെ വിരുന്നുകാർ ഒരു കാലഘട്ടത്തില് മനുഷ്യനെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ശരീരത്തെ പിച്ച് ചീത്തുമ്പോ വിരുന്ന് ആഘോഷിച്ചു എന്ന് പറയുന്നതിന്റെ ആധുനിക നീറോയായി മാറുകയാണ് ഈ മന്ത്രി. എന്നിട്ട് അദ്ദേഹം ഈ പിതാക്കന്മാര് പറഞ്ഞ ഈ നിലപാടുകളെ വിമർശിക്കുന്നത്. നേരം വെളുക്കാത്ത ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലപാടെടുക്കാത്ത രാജ്യത്തിലെ, ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാത്ത രാജ്യത്തെ പ്രതിപക്ഷങ്ങൾ ഒരു വശത്ത്, വനഭേദഗതി നിയമം ഇനി ഭേദഗതി ചെയ്യില്ല എന്ന് ശഠിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മറുവശത്ത്, മനുഷ്യനെ ഒഴിവാക്കി വന്യജീവി മാത്രം മതി എന്ന് പരിസ്ഥിതിക്ക് എന്ന് ചിന്തിക്കുന്ന കപട പരിസ്ഥിതിവാദികളുടെ ഒരു വശത്ത്, മനുഷ്യനേക്കാൾ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരു മറുവശത്ത്, മനുഷ്യന് കിട്ടാത്ത നീതി മൃഗങ്ങൾക്ക് ഉറപ്പാക്കുന്ന വന ഉദ്യോഗസ്ഥര് ഒരു ഭാഗത്ത്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ ഈ മനുഷ്യനെ പിച്ച് ചീന്തുമ്പോൾ, മനുഷ്യജീവനെ പിച്ച് ചീന്തി എറിയുന്ന കാട്ടുമൃഗങ്ങളെ താലോലിച്ച് സംരക്ഷിക്കുന്ന സംവിധാനങ്ങളോട് ആരെങ്കിലും ഇത് പറയണ്ടേ? ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പറയുന്നവരെ ആക്ഷേപിക്കുന്ന മന്ത്രിനെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? അങ്ങനെ പറഞ്ഞ ആ ആക്ഷേപിക്കുന്ന മന്ത്രിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? തീർത്തും നിരുത്തരവാദിത്തപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസ്ഥാനത്തെ പ്രവർത്തനങ്ങള് തീർച്ചയായിട്ടും അദ്ദേഹം രാജി ആരും പറയാതെ വെച്ച് പുറത്തു കൊണ്ടാണ്. ഇത്രയും മരണങ്ങൾ അടുപ്പിച്ച് ഇവിടെ സംഭവിക്കുമ്പോൾ ആരും പറയാതെ രാജിവെച്ച് പോകാനുള്ള ആർജവത്വം കാണിക്കേണ്ട ആളാണ് അദ്ദേഹം. ഈ മന്ത്രിക്കും അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾക്കുമായി ചെലവഴിക്കുന്ന പണം കഴിഞ്ഞ 4 കൊല്ലം അല്ലെങ്കിൽ അനേക വർഷങ്ങളായി ചെലവഴിക്കുന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ, വാസ്തവത്തില് ഈ 4-5 കൊല്ലം ഇവരെ ചുമക്കേണ്ടി വരുന്ന സമയത്ത് ഈ പണം ഉണ്ടെങ്കിൽ ഇതിനകത്ത് 4-5 ജീവനുകളെങ്കിലും മരണത്തിന് രക്ഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ചെയ്യാം. ഞാനതാ മനസ്സിലാക്കുന്നത്. എത്രയോ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ജനങ്ങളുടെ വോട്ടും ജനങ്ങളുടെ പണവും ദൂർത്തടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അദ്ദേഹം ആരെ സംരക്ഷിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്? അത് ഒരു വശത്തൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു 55,000-ഓളം കേസുകൾ, ആക്രമണങ്ങൾ ഉണ്ടായതും 7,000 പേര് ഇൻജേർഡ് ആയതും 1,250 മരിച്ചതും, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശവും. 10 പൈസ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫെൻസിങ് നടത്തുന്നു. കക്കയത്ത് കഴിഞ്ഞ വർഷം ഈ ആക്രമണം ഉണ്ടായി. കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. അദ്ദേഹം ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ചു പോവുകയാണ്. പറയുന്നത് മുഴുവനും ഒരു സ്ഥിരതയില്ലാത്ത വിധത്തിലുള്ള സംസാര രീതിയാണ്. ഇപ്പൊ ഇവിടെ ഫെൻസിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഈ കക്കയത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കിലോമീറ്ററോളം ഫെൻസിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. 1 മീറ്ററെങ്കിലും ഫെൻസിങ് നടത്താനായിട്ട് സാധിച്ചോ? അപ്പൊ ഇത്തരത്തില് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, ജനങ്ങളുടെ പണം എടുത്ത് ദൂർത്തടിച്ചുകൊണ്ട്, ജനങ്ങളെ പരിഹസിക്കുകയും അവരെ അപമാനിക്കുകയും, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും, അതിനെതിരെ സംസാരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് തിരുത്തലെന്ന് പറഞ്ഞ മനസാക്ഷിക്കനുസരിച്ച് സംസാരിക്കുന്നവരെ അപഹസിക്കുകയും ചെയ്യുന്ന ഇത്തരം മന്ത്രിമാര് ഈ നാടിന് ഭൂഷണമല്ല. അവർ നിർബന്ധമായിട്ടും ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടണം. ഇനി ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ധാർമ്മികതയില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാനതിലേക്ക് വരികയാണ്. അതായത് കേരളത്തില് ഈ 2017 കേരളത്തില് എലിഫന്റ് പ്രൊജക്ടിലൂടെ ആനകളുടെ സെൻസസ് നടത്തി. ആന സെൻസസിൽ 5,700 ആനകളുണ്ടെന്ന് കണ്ടെത്തി. ഇന്ത്യയിലെ ആനകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ 3ാമത്തെ സംസ്ഥാനമായി കേരളം. കേരളത്തിൽ ആകെയുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്നത് 9,107 അത് 10,000 11,000 ഒക്കെ പറയുന്നത് വാദത്തിന് വേണ്ടി 11,000 ചതുരശ്ര കിലോമീറ്റർ അംഗീകരിക്കുക. കേരളത്തിലെ 11,000 ചതുരശ്ര കിലോമീറ്ററിലാണ് 5,700 ആനകളുണ്ടെന്ന് കണ്ടെത്തിയത് 2019. അതേ സമയത്ത് ഈ കഴിഞ്ഞ വർഷം ഇത് ഡിക്ലെയർ ചെയ്തു കേരളത്തിലെ ആനകളുടെ എണ്ണം 1,750 ബാക്കി 5,000 ആന ഈ 3-4 കൊല്ലം കൊണ്ട് എവിടെ പോയി? മന്ത്രി പറയണം. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പെരുപ്പം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ആസാം എടുക്കുക. ആസാമാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആസാമിലെ ആനകളുടെ എണ്ണവും 5,800 താഴെയുള്ളൂ, 5,700 അടുത്താണ്. അവിടെ പക്ഷെ 26,000 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ 10,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ളപ്പോ ഇവിടുത്തെ ആനയുടെ എണ്ണം ഈ 5,700 എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യയിലുള്ള ആനകളെ 27,000
കാട്ടാനകളുടെ അപ്രോക്സിമേറ്റ് അതിന്റെ കണക്ക് കാണുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം 1/5 ആനകള് ഇവിടെ കേരളത്തിലാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 1.2% ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ. അവിടെയാണ് ഇന്ത്യയിലെ മൊത്തം കാട്ടാനകളുടെ 1/5 കിടക്കുന്നത്. എന്നിട്ട് ഈ കാട്ടാനകൾ അടങ്ങി മനുഷ്യനെ ഇതുപോലെ വേട്ടയാടി കുന്നുകളയുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഒന്നുകിൽ അവരുടെ ഈ എണ്ണത്തിന്റെ പെരുപ്പത്തെ നിയന്ത്രിക്കുക. ജനസംഖ്യാ നിയന്ത്രണത്തിന് എല്ലാവരും മുന്നോട്ടിറങ്ങുന്നുണ്ടല്ലോ. വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ അത് അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം അത്തരം ആളുകൾ കൊല്ലപ്പെട്ടു പോകുമ്പോൾ ആ കൊല്ലപ്പെട്ടവരെ പരിഹസിക്കുകയാണ്. എന്തിനാ വനത്തിൽ പോയത്? അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ എന്തിനാ വനത്തിൽ പോകുന്നതെന്ന്. ആദിവാസി വനത്തിലുള്ളത് എവിടെയാണ് ജീവിക്കുക? വനത്തിലൂടെയല്ലേ റോഡുകൾ, നമ്മുടെ പല റോഡുകളും പോകുന്നത്. ഇപ്പൊ കർണാടകത്തിലേക്ക് പോകുന്ന റോഡ് ബത്തേരിയിൽ നിന്ന് പോകുന്നത് വനത്തിന് നടുവിലൂടെയാണ്. ആളുകൾക്ക് സഞ്ചരിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന റോഡ് വനത്തിന് നടുവിലൂടെയാണ്. വനത്തിൽ പോകുന്നത് എന്താണെന്ന് ചോദിക്കുന്ന മന്ത്രിക്ക് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു പോയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാളെ പോകുന്നത്. നമ്മൾ ആനകളുടെ എണ്ണം ഞാൻ സൂചിപ്പിച്ചല്ലോ, അതുപോലെ തന്നെയാണ് കടുവകളുടെ എണ്ണം. വയനാട്ടിലെ കടുവകളുടെ എണ്ണം നമ്മൾ എടുക്കുക. വയനാട്ടിലെ ആകെ കടുവകളുടെ എണ്ണം എന്ന് പറയുന്നത് 165 345 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിലെ ഫോറസ്റ്റിൽ 165 കടുവകളാണ്. അവിടുത്തെ കടുവയുടെ ആവാസ വ്യവസ്ഥയുടെ ഏരിയ അനുസരിച്ച് കേവലം 20 കടുവകളിൽ കൂടുതൽ അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കടുവകളുടെ ആക്രമണം ഉണ്ടാകണം. ഒരു കടുവയുടെ ടെറിട്ടറി മറ്റൊരു കടുവ അവർ തമ്മിൽ അറ്റാക്ക് ഉണ്ടാകുകയും ഈ അറ്റാക്കിന്റെ ഭാഗമായിട്ട് ബലമുള്ളവൻ ബലമില്ലാത്തവനെ പുറത്താക്കുകയും ചെയ്യും. അവൻ അവിടെ താമസിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ വിഹാര കേന്ദ്രത്തിലേക്ക് ഇറങ്ങും. അവിടെ ഇറങ്ങി സുഖമായിട്ട് മൃഗങ്ങളെ പിടിച്ചു തിന്നാം, മനുഷ്യനെ പിടിച്ചു തിന്നാം, അതിനെ പല്ലിനകം കൊഴിഞ്ഞും ഈ കടുവകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നു. ഇതിനെയൊക്കെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അതിന് മറ്റ് അലങ്കാര സ്ഥലങ്ങൾ ഇങ്ങനെ കടുവകളും ആനകളും കൂടുതലാണെങ്കിൽ അവരുടെ പാർക്ക് ഉണ്ടാക്കട്ടെ. പാർക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ ആളുകൾക്ക് കാണാൻ പാകത്തിന് സംരക്ഷിക്കട്ടെ. അതല്ലാണ്ട് വനത്തിനുള്ളിൽ ഇതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ ജനങ്ങളിലേക്ക് ആരോപിച്ച് അതിനെ ചൂണ്ടിക്കാണിക്കുന്നതിനെ കുറ്റം പറഞ്ഞു പോകുന്ന മന്ത്രിയുടെ ഈ ഒരു അവസ്ഥ അങ്ങേയറ്റം അപലപനീയമാണ്. അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഓക്കെ, വ്യക്തമാണ്. നമ്മോടൊപ്പം കർഷകൻ ശ്രീ ജോഷുവ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജോഷുവ, നമുക്കറിയാം ഓൾറെഡി ഈ കാർഷിക മേഖല ഓൾറെഡി വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനുമേലൊരു ഇടുത്തിയായിട്ടാണ് ഈ വന്യമൃഗ ആക്രമണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, ഈ കർഷകൻ എന്ന നിലയിൽ ഇവിടുത്തെ ഈ വന്യമൃഗവുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ തലതിരിഞ്ഞ ചില നിയമങ്ങൾ, ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് കാട്ടാനയല്ല, കാട്ടുപന്നിയല്ല, കടുവയല്ല, അത് മനുഷ്യരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു നാട്ടിലൊരു കടുവയില്ലെങ്കിൽ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് കൂടണം, ചായയും ബിസ്ക്കറ്റും കഴിച്ചൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിനുള്ളിൽ കടുവ അവിടെ ഉണ്ടാവോ, ആന അവിടെ ഉണ്ടാവോ, ആന അടുത്തയാളെ കൊന്നിട്ടുണ്ടാവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. മുഖ്യമന്ത്രി ഒരു ട്രോളായിട്ട് തന്നെ അത് പറഞ്ഞത്. അപ്പോൾ ഈ കർഷകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയെ ബാധിക്കുന്ന ഈ തലതിരിഞ്ഞ ഈ നിയമങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖല നേരിടുന്ന ആ ഒരു ദുരവസ്ഥ, അതിനെപ്പറ്റി അങ്ങൊന്ന് പങ്കുവെക്കാമോ ശ്രീ ജോഷു? ഒന്ന്, നിയമങ്ങള് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാക്കും. നമുക്ക് പാർലമെന്റ് നിയമസഭയൊക്കെ കൂടി നിയമം ഉണ്ടാക്കും. ഇത് സ്വാഭാവിക നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ നിയമങ്ങൾക്ക് ഒരു കാര്യമില്ല. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കണം നാളെ മുതൽ സ്ത്രീകളുടെ ഗർഭകാലം 9 മാസമൊക്കെ ചുമക്കാൻ പാടില്ല. 4.5 മാസമായിട്ട് തിരുത്തിയെന്ന് പാർലമെന്റ് പ്രഖ്യാപിച്ച നിയമം നിർമ്മിച്ചാൽ സ്ത്രീകൾ 4.5 മാസം കഴിയുമ്പോൾ പ്രസവിക്കും. ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് 100 കൊല്ലം പോരാ, കുറച്ചുകൂടെ പണി 200 കൊല്ലമായിട്ട് കൂട്ടിയിരിക്കുന്നു പാർലമെന്റ് നിയമം പാസ്സൊക്കെ കൂടുവോ? ഇല്ല. സ്വാഭാവിക നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്ത് നിയമം പാസ്സാക്കിയിട്ടും ഒരു കാര്യവും ഇല്ല, അത് നടപ്പിലാവുകയില്ല. എന്ന് മാത്രമല്ല, അത് ജനങ്ങൾക്കും രാജ്യത്തിനും ലോകത്തിന് തന്നെയും വലിയ ഭീഷണിയും നഷ്ടമുണ്ട്. അതുകൊണ്ട് ഈ ജനോപകാരപ്രദമല്ലാത്ത നിയമം മനുഷ്യനുണ്ടാക്കിയതാണ്. ഇത് ഉണ്ടായി കഴിയുമ്പോൾ ഇത് നടപ്പിലാകുകയല്ല, കൊള്ളുകയല്ല എന്ന് കണ്ടാൽ തിരുത്താനുള്ള ആർജവത്വം ഇത് സർക്കാരിനും പാർലമെന്റിനും നമ്മുടെ MP-മാർക്കും MLA-മാർക്കും ഉണ്ടാകും. ആ ബോധം ഇല്ലാത്തവരാണ് നമ്മുടെ ഈ രാജ്യസഭയിലെയും ലോകസഭയിലെയും നിയമസഭയിലെയും ഒക്കെ നമ്മുടെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ് ഒന്നാമത്തെ. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ ആന ചവിട്ടിക്കുന്നു. ആന ചവിട്ടുമ്പോഴ് ഈ നട്ടലിൽ വാരിലിന് ചവിട്ടുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല മരിക്കാൻ. പെട്ടെന്നൊന്നും മരിക്കുകയില്ല. ശ്വാസം കിട്ടാതെ എല്ലാ വേദനയും അറിഞ്ഞ് പഠിച്ചിറക്കി ഒരു 10-15 മിനിറ്റ് കൊണ്ടേ മരിക്കാൻ പറ്റും. അല്ലെങ്കിൽ തല ചവിട്ടി പൊടിച്ചു. തലയിലല്ല ആന ആക്രമിക്കുന്നത്, നെഞ്ചിക്കൂടില്ല. ഇനി കടുവ പിടിച്ചാൽ പിന്നെ ഒരു ഗുണമുണ്ട്. മിക്കവാറും കഴുത്താണ് ഓടിക്കുന്നതെങ്കിൽ നമ്മൾ വേദന അറിയാതെ മരിക്കാൻ പറ്റും.
അപ്പോൾ ഈ മരണമൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം മരിക്കുന്നു. ഞാനിപ്പോ ഇന്ന് കുരുമുളക് പറിക്കാൻ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കാം, റബ്ബർ വെട്ടാൻ പോകുമ്പോൾ പാമ്പ് കടി ഏറ്റ് മരിക്കാം, പല വിധത്തിൽ അപകടത്തിൽ മരിക്കാം. കർഷകന് എല്ലാ അപകട സാധ്യതകളും അത് തന്നെ അതിജീവിച്ച് തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. എല്ലാ രോഗങ്ങളും വരാൻ, എല്ലാ അപകടങ്ങളും വരാൻ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എപ്പോഴാന വന്ന് എന്നെ കൊല്ലുക എന്ന ഭീതിയോടുകൂടി ഒരു തൊഴിൽ ചെയ്യാൻ ഞാനാണ്. ലോകത്തിൽ വേറെ ഏത് തൊഴിൽ ചെയ്യുന്നവർ കൊണ്ട് ഇങ്ങനെ ഒരു ഭീതിയോടുകൂടി തൊഴിൽ ചെയ്യണം? അല്ലെങ്കിൽ എപ്പോഴാണ് എന്നെ കടുവ പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ കൃഷി എപ്പോഴാണ് പന്നി വന്ന് അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾ കുരങ്ങ് വന്ന് നശിപ്പിച്ചേച്ചു പോകും? എന്റെ അധ്വാന ഫലം മുഴുവന് നാളെ നഷ്ടപ്പെട്ടേക്കാം, എന്റെ ജീവന് ഇപ്പോഴ് നഷ്ടപ്പെട്ടേക്കാം. ഈ ഭീതിയോടുകൂടി ഒരു തൊഴിലെടുക്കേണ്ടി വരുന്നവന്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. കേരളത്തിലെ എല്ലാ കർഷകരും ഞങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ ഏത് തൊഴിലിനും പോകാൻ തയ്യാറാണ്. ഞങ്ങൾ കൃഷിഭൂമി മേടിക്കാൻ ആരും വരും? ഇവിടെ കടുവ ഇറങ്ങുന്ന, പുലി ഇറങ്ങുന്ന, ആന വരുന്ന സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരും? ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ 10 ഏക്കർ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞാൽ ജോലി രാജിവെച്ചു വന്ന് ഞങ്ങളുടെ ഈ വന്യമൃഗങ്ങളുടെ ഇടയ്ക്ക് കൃഷി ചെയ്യാൻ വരും? ആരും വരികയില്ല. അപ്പൊ ഞങ്ങളുടെ സ്ഥലം വിറ്റാല് 1 രൂപയ്ക്ക് പോലും ഇനി കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മേടിക്കാൻ ആളില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ, ഞങ്ങളുടെ മക്കളെ ഈ രാജ്യത്ത് നിന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് നിന്ന്, ഈ ശപിക്കപ്പെട്ട ദേശത്ത് നിന്ന് പുറത്തേക്ക് കൊടുക്കും. ഇത് എനിക്ക് എന്റെ മകനോട് പറയാൻ പറ്റും, കൃഷിക്കാർക്ക് അവരുടെ മക്കളോട് പറയാൻ പറ്റും. ഞങ്ങളുടെ മക്കൾക്ക് ഒരു പെണ്ണ് അന്വേഷിച്ചാൽ ആരെങ്കിലും ഒരു പെണ്ണ് തരും? ഒരു വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കാനായിട്ട് ഒരു കർഷക പുത്രന് സാധിക്കുമോ? ഇല്ല. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഈ ആന ചവിട്ടി കൊല്ലാനായിട്ട് നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലോട്ട് കെട്ടിച്ചുവിടാൻ? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ അധ്വാനിക്കുന്നവന്റെ പർദീസ ആയിരുന്ന ഈ നാടിനെ ലോകത്തിലേക്കും വെച്ച് വലിയ നരകമാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, അത് നമ്മുടെ MLA-മാര്, MP-മാര്, ഇവരാണ് ഇതിന് ഉത്തരവാദികൾ. ഇതൊന്നും വേണ്ടതേ. ആന വരാതെ നോക്കാൻ ഞങ്ങൾ കൃഷിക്കാർക്കറിയാം. ആന ഏത് വഴിക്ക് വരും, ഏത് താര വഴി വരും എന്ന് ഞങ്ങൾക്ക്. അവിടെ ഒരു കിണർ കുത്തിയിടാൻ ഞങ്ങൾ അനുവദിക്കും. ആന വന്നാൽ അതിനകത്ത് വീണു. വനംവകുപ്പ് വന്ന് ഞങ്ങൾക്ക് ഇതിലെ കേസ് എടുക്കും. ഇവിടെ കടുവ വരാതെ കൊണ്ട് ഒരു കുടുക്കോ ഒരു കൂടോ ഉണ്ടാക്കി വെച്ചാൽ, കടുവ വന്നിട്ട് കയറുന്ന സാധനം ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്കറിയാം, ഉണ്ടാക്കി വെക്കാൻ ഇവരെ അനുവദിക്കും. ഒരു കടുവയുടെ ആക്രമണം ഇല്ലാതെ ഞങ്ങൾ സൂക്ഷിച്ചമായിട്ട് ജീവിച്ചോളൂ. ഇനി അതല്ല, പന്നി വന്ന് ഞങ്ങൾ കൃഷി നിൽക്കണം. വലിയൊരു എലിക്കൂടിന്റെ വലിയ സാധനം ഉണ്ടാക്കി വെച്ചാൽ പന്നീനെ കൊല്ലാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയാവുന്ന കാഞ്ഞിരം പോലെയുള്ള വിഷങ്ങൾ കൊടുത്താൽ ഒത്തിരി ജീവികൾ ചത്തുപോയി ഞങ്ങൾക്ക് കൃഷിക്കാർക്കറിയാം. ചെയ്യാൻ സർക്കാർ അനുവദിക്കും. ഈ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി ഒരു തരത്തിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. ഇനി ആരെങ്കിലും ഈ പാവപ്പെട്ട കർഷകന് വേണ്ടിയിട്ട് സംസാരിച്ചാലുണ്ടല്ലോ, ഉടനെ അവനെ ചീത്ത പറയും. ഇന്ന് ഈ നമ്മൾ ചെലവും കൊടുത്ത് നമ്മുടെ ടിയെയും അല്ലെങ്കിൽ എന്നാ ശമ്പളം മേടിക്കുന്ന മന്ത്രി പറയുകയാണ് മെത്രാന്മാര് സംസാരിക്കാൻ പാടില്ല. മെത്രാന്മാരെന്നാ ഇന്ത്യൻ പൗരന്മാര്, അവർ അതിനു വേണ്ടിയിട്ട് പരിശീലിപ്പിക്കപ്പെട്ടവരാ. സർക്കാർ പോലെ പരിശീലനം കൊടുത്ത മെത്രാന്മാർ. ഇവിടെ മെത്രാന്മാര് നമ്മളെ ഈ ജേഴ്സി പശുവിനെയും HF പശുവിനെയും ഒക്കെ ഉത്പാദിപ്പിക്കുന്നവർ മെത്രാനാകാനായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടവരല്ല. അത് ഞങ്ങളെ പോലെ സാധാരണ മനുഷ്യരാണ്, ഞങ്ങളുടെ മക്കളാണ്. എന്ന് മാത്രമല്ല, ഈ ശശിധരന ബൈബിളില് മത്തായിയുടെ സുവിശേഷം 23 അധ്യായം ആരെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിച്ചു പോകും. കർത്താവ് ഈശോയുടെ ഒരു പ്രസംഗമാണ്. നിയമപണ്ഡിതരെ അല്ലെങ്കിൽ ഫരിസേയരെ, പുരോഹിത പ്രമുഖരെ, ഭരണകർത്താക്കളെ എന്നും പറഞ്ഞ് 8 പ്രാവശ്യമാണ് അതിനകത്ത് പറഞ്ഞത്. ഇനി പഴയ നിയമം മുഴുവൻ, പ്രവാചക ഗ്രന്ഥങ്ങൾ മുഴുവൻ ജനത്തിന്റെ ആവശ്യത്തെ പ്രതി ഭരണകർത്താക്കളെ കുറ്റപ്പെടുത്തുന്ന പ്രവാചക ഗ്രന്ഥങ്ങളാണ്. ഈ പ്രവാചകരുടെ പിന്തുടർക്കാരായിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾക്കുള്ള മെത്രാന്മാരാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. അവര് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മന്ത്രി ഞങ്ങളോട് പറയാണ് നിങ്ങളെ കൊല്ലപ്പെടും, പക്ഷെ നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. അതുകൊണ്ട് നാളെ മുതൽ മന്ത്രിയോട് ഞാൻ പറയുകയാണ്, മെത്രാൻ സാധാരണ പൗരനാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രതിനിധിയാണ്, കൃഷിക്കാരന്റെ മക്കളാണ്, അവര് പ്രതികരിച്ചിരിക്കും, അവരാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനില്, ഇനിയത്തെ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന്, നിയമസഭാ ഇലക്ഷന് നിന്റെയൊക്കെ പാർട്ടിക്കാർ ഞങ്ങളുടെ വീട്ടിൽ കൂടെ വോട്ടിന് വരുമ്പം ഞങ്ങൾ അവരോട് സമാധാനം പറയും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്, വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കേരളത്തിൻ്റെ ഒരു കാർഷിക മേഖല കടന്നു പോകുന്നത്. അത് വേദനയോടുകൂടി തന്നെയാണ് ജോഷി ചേട്ടൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഞാൻ വീണ്ടും തിരിച്ചു വരാം അങ്ങിലേക്ക്. ഫാദർ റോബിൻ, അങ്ങ് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ 1972 ഈ വന്യജീവി നിയമം, ആ നിയമത്തിന് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ, അത് സംസ്ഥാന സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയോട് പരാതി പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കോട്ടിലിടുന്നു, കേന്ദ്ര സർക്കാർ അതിൻ്റെ അകത്ത് ഭേദഗതി ഒന്നും വരുത്തില്ല എന്ന് പറയുന്നു. കാട്ടുപന്നിയെ പോലും ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാനുള്ളൊരു നട്ടലില്ലാത്ത ഒരു ഭരണകൂടം
നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കരവിച്ച് കൊന്നവരെ അറസ്റ്റ് ചെയ്ത ഒരു അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ കേരള പോലീസിന് അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾക്കൊക്കെ എന്തൊരു തീക്ഷ്ണതയാണ് ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ തടയാനെന്ന് തോന്നിപ്പോകും. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ 1972 നിയമം എന്തുകൊണ്ടാണ് ഇവർ ഇത്ര വലിയ കാര്യമായിട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? നമുക്ക് 72 സ്ഥിതിയല്ല 2025 സാമൂഹ്യമായിട്ട്, രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെയധികം ചേഞ്ചസ് ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പോലും, ഇന്ത്യൻ പീനൽ കോഡ്, പിന്നെ നമുക്കറിയാം BNS, ഭാരതീയ ന്യായ സംഹിതയിലേക്കൊക്കെ മാറ്റപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പോലും ഈ 72 നിയമത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ ഭരണകൂടങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നു? ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുട്ടി. ജോർജ്, അതിൽ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ജോഷി ചേട്ടൻ പറഞ്ഞതാണ്. അതായത് മനുഷ്യർക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ചുമക്കാൻ പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സംസ്ഥാനം പറയും കേന്ദ്രമാണ്, കേന്ദ്രം പറയും സംസ്ഥാനമാണ്, മൊത്തം പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. പക്ഷെ ആരും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. പഞ്ചായത്തിൽ പോകുമ്പോൾ പറയും ഫോറസ്റ്റുകാരാണ്, ഫോറസ്റ്റുകാരൻ പറയും പഞ്ചായത്തിലാണ് ചെല്ലേണ്ടത്. അങ്ങനെ ഒരവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ രക്ഷിക്കാനോ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനോ ഒരു തരത്തിലും ഒരു സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മനസ്സും കാണിക്കുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട IPCയും അതുപോലെ CRPC ഒക്കെ പ്രാവശ്യം പുതുക്കി എഴുതപ്പെട്ടു. ഈ 1972 എഴുതപ്പെട്ട ഈ വന നിയമങ്ങള് നവീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഒരു അത്ഭുതകരമാണ്, വല്ലാത്ത ഒരു ഇതാണ്. ഈ അവസ്ഥകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ആണ്. ഈ വന നിയമങ്ങൾ അപ്ഡേറ്റ് ആകാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക. ഉദാഹരണം പറയുവാൻ സെൽഫ് ഡിഫൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതായത് എന്നെ ഒരു വ്യക്തി ആക്രമിക്കാൻ വന്നാൽ ആ വ്യക്തിനെ എനിക്ക് ഇല്ലായ്മ ചെയ്യാനോ അവനെ മാറ്റിക്കളയാനോ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷെ വന്യജീവിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. CRPC 133 അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ BNSS 152 അനുസരിച്ച് ശല്യക്കാരനായ ജീവിയെയോ വസ്തുവിനെയോ എന്തിനേയും ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാനുള്ള അധികാരം നമ്മുടെ RDOയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി അറമുണ്ടാക്കി അവനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. കാപ്പയൊക്കെ ചുമത്തി നമ്മുടെ നാട് കിടന്ന് കാണാറുണ്ട്. പക്ഷേ ഒരു വന്യജീവി നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അതിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാനായിട്ട് ഉത്തരവിടാനായിട്ട് ഇവർക്ക് കഴിയാതെ വരുന്ന ഒരു അവസ്ഥ. അതായത് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി തീവ്രവാദികളുടെ കയ്യിലേക്ക് നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ പോയി എന്നുള്ളതിന്റെ വ്യക്തമായ ചില അടയാളങ്ങളാണ്. ഇനി ഇതൊന്നും ഇവർ ചെയ്യണ്ട, ഈ നിയമങ്ങളൊന്നും മാറ്റണ്ട. ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ നാട്ടിലെ കർഷകർക്കും അവരുടെ വിളകൾക്കും ഒരു കമ്പൽസറി ഇൻഷുറൻസ് സർക്കാർ ചെലവിൽ ചെയ്തു കൊടുക്കട്ടെ. അതിന് പോലും ഇവര് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ നമ്മുടെ കർഷകർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് 10 ലക്ഷം രൂപ ഒരു ഔദാര്യം കണക്കെ സർക്കാർ കൊടുക്കുകയാണ്. നമുക്കറിയാം ഈ നാളുകളിലൊക്കെ പല സ്ഥലങ്ങളിലും നടന്ന ജനകീയ മുന്നേറ്റങ്ങളും വലിയ സമരങ്ങളും കഴിഞ്ഞപ്പോഴാണ് 10 ലക്ഷം രൂപ വലിയൊരു ഔദാര്യം പോലെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുക. ഈ മനുഷ്യരോടൊന്നും ഒരു നീതി നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല. ഈ 10 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ എത്ര സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങണം, എത്ര സർക്കാർ ഓഫീസുകളിൽ ചെന്ന് എത്ര പേരെ കാല് പിടിക്കണം. അതൊക്കെ ഒരു ഔദാര്യം തരുന്നത് പോലെ തരുന്നു. ഇനി ആ 10 ലക്ഷം രൂപ കൊണ്ട് ആ കുടുംബങ്ങൾ മുമ്പോട്ട് നീങ്ങുമോ? കാരണം പല കുടുംബങ്ങളിലും ആ കുടുംബത്തിന്റെ ആശ്രയമായ ആളുകളാണ് ഈ പല ദിവസങ്ങളിൽ അതിന് മരണപ്പെട്ടത്. അപ്പൊ അവരുടെയൊക്കെ ആ കുടുംബങ്ങള് എങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? അത് ഇവർ ചെയ്യല. അതായത് എത്ര കുടുംബങ്ങൾ ഇന്ന് ഈ ആന ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും അതുപോലെയുള്ള മറ്റു വന്യജീവി ആക്രമണങ്ങളിലും ഒക്കെ കൊല്ലപ്പെട്ട പല കുടുംബങ്ങളും ഇന്ന് അക്ഷരാർത്ഥത്തിൽ പട്ടിണിയായിട്ട് മുമ്പോട്ട് പോവാണ്. ഈ പറയുന്ന സർക്കാരിന് അത്തരം കുടുംബങ്ങളിലേക്കൊന്നും ഒരു ശ്രദ്ധയുമില്ല. ഒരു കുടുംബങ്ങളെയും രണ്ടാമത് ഈ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഔദാര്യം പോലെ കൊടുത്തിട്ട് പോയിട്ട് ഒരു വനം വകുപ്പുകാരന് പിന്നെ അങ്ങോട്ട് കയറി പോയിട്ട് ചോദിക്കുന്നില്ല, എങ്ങനെയാ നിങ്ങള് ഭക്ഷണം കഴിച്ചാണോ ജീവിക്കുന്നേ, മരുന്ന് വാങ്ങിക്കാനോ കാശുണ്ടോന്ന് ഒരു വനം വകുപ്പുകാരൻ ചോദിക്കുന്നില്ല, ഒരു MLA ചോദിക്കുന്നില്ല, ഒരു MP ചോദിക്കുന്നില്ല, ഒരു മന്ത്രി ചോദിക്കുന്നില്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നില്ല. അതായത് അത്രമാത്രം ഈ ആളുകളെ തീരെ ചെറുതാക്കി കാണുകയാണ് ഈ ഔദാര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ ചിരി വരും. എന്നേക്കാൾ കൂടുതൽ ജോഷിച്ചേട്ടൻ പറയുമായിരിക്കും. അതായത് നമ്മുടെ കാർഷിക വിളകൾക്ക് ഇവരിട്ടിരിക്കുന്ന വില കണ്ടോ? ഒരു വാഴ പോയ 50 രൂപ. അതായത് അവന്റെ അധ്വാനത്തിന് ഒരു വില കിട്ടുന്നില്ല. അതായത് ഈ വന്യജീവികളെ തകർത്തെറിഞ്ഞ് കളയുമ്പോൾ അത് നോക്കി കരയാൻ മാത്രമേ ഈ നാട്ടിലെ കർഷകന് അവകാശമുള്ളൂ. ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ വികാരിയായിരുന്ന ഒരു സ്ഥലത്ത് ഒരു കുടുംബം എന്നോട് വന്ന് പറഞ്ഞു, പൈനാപ്പിള് വിളയാറായി, അടുത്ത ആഴ്ചയിൽ വെട്ടും, കുറെ കടബാധ്യതയൊക്കെ ഉണ്ട്, അത് തീർത്ത് സമാധാനത്തോടെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ ഈ കുടുംബം രാവിലെ കരഞ്ഞോണ്ട് വന്നേക്കാണ്. എന്താ സംഭവിച്ചത്? ആന കയറിയ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു, ഒന്നും കിട്ടിയില്ല.
ഒന്നും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു വളരെ ദയനീയമായ അവസ്ഥ. അത് കർഷകർക്കുള്ള അവകാശമായിട്ട് കാണുന്നത് കരയാൻ മാത്രമുള്ള അവകാശമുള്ള ഒരു ജീവിയായിട്ടെന്ന് കർഷകനെ കാണുകയാണ് ചെയ്യുക. ഈ കാർഷിക വിള ഇൻഷുറൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഏരിയയിലെ മനുഷ്യർക്ക് കൊടുക്കേണ്ട സൗജന്യ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മുടെ സർക്കാർ ചിന്തിക്കുകയോ നമ്മുടെ ജനപ്രതിനിധികൾ ഇതുവരെ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. അതായത് ഇങ്ങനെ ഉള്ള പ്രദേശങ്ങളിൽ ആളുകളുടെ ജീവൻ ഇൻഷുർ ചെയ്യണം, അവരുടെ സ്വത്ത് ഇൻഷുർ ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള അവരുടെ വാഹനങ്ങൾ ഇൻഷുർ ചെയ്യുന്ന അതുപോലെയുള്ള ഒരു സംവിധാനം സർക്കാർ ചെലവില് ചെയ്തു കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകണം. ആളുകൾക്ക് ഒരു കരുതൽ ഉണ്ടാകണ്ടേ നമ്മുടെ സർക്കാരിന്? അവിടെയാണല്ലോ ഒരു ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതല്ല. അത് കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും അത് ഉപയോഗിക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ കഴിയണം. അതിനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കഴിയുന്നില്ല. രണ്ടാമത്, നമ്മൾ ഇപ്പോഴും നമ്മുടെ കുട്ടികളെ കുറിച്ച് ഒരുപാട് ആകുലതകൾ എപ്പോഴും പറയാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശത്തെ കുട്ടികളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കുട്ടികൾ എന്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് തന്നെ വന്ന ഒരുപാട് കുട്ടികൾ അവരുടെ വല്ലാത്തൊരു വേദനകൾ പറഞ്ഞു വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് വൈകുന്നേരം ആയപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം വീടിന് പുറത്ത് ആന വന്ന് നിൽക്കുമ്പോൾ ഏത് കൊച്ചിനാ കിടന്ന് ഉറങ്ങാൻ പറ്റുക? അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് എങ്ങനെ പഠിക്കാനായിട്ട് പറ്റുക? ആന ഓടിക്കാൻ പോകുന്ന അപ്പനെ ആന ചവിട്ടി കൊല്ലോ ഇല്ലയോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന കൊച്ചിന് ഉറങ്ങാൻ പറ്റുമോ? ഈ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഒരു കമ്മീഷനും പഠിക്കുന്നില്ല. സർക്കാരിന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ നാളത്തെ കേരളത്തോട് സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശത്തെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെ കുറിച്ച്, അവിടെയുള്ള ആളുകൾ നേരിടുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഗൗരവമായിട്ട് തന്നെ പഠിക്കണം. പ്രഷർ പോലുള്ള പല രോഗങ്ങളുടെ അടിമകളായിട്ട് നമ്മുടെ ഈ നാട്ടിലെ കർഷകർ മാറുന്നു. പലരും പെട്ടെന്ന് മരിക്കുന്നു. അതിനുള്ള കാരണമുണ്ട്. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാലോ, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടെന്താ കാര്യം ഇരിക്കുന്നത്? സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റണ്ടേ? രാത്രി 8:30-ക്കോ 9 മണിക്കോ 10 മണിക്കോ കടന്നു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം എഴുന്നേക്കുവാണ്. വിട്ട് താന വന്ന് നിൽക്കുന്നു, അല്ല അപ്പുറത്തെ വീട്ടിൽ ആന വന്ന് നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു. ഇപ്പം ഈ സർക്കാർ, പ്രത്യേകിച്ച് ഈ പിണറായി വിജയന്റെ 2ാം സർക്കാർ കാണിക്കുന്ന ഒരു വലിയ വൃത്തികേടുണ്ട്. ജനങ്ങളൊക്കെ എവിടെ കൂടിയാലും അവർക്കെതിരെ കേസെടുക്കുകയാണ്. അതായത് ആന ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടി പ്രതിഷേധിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയാണ്. നിയമം ലംഘിച്ചു, അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ട് ഗ്യാദർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓരോ നിയമങ്ങൾ ഇട്ട് കേസെടുക്കുകയാണ്. കാര്യം ഒരു പക്ഷേ അത് 10,000-5,000 രൂപയിലൊക്കെ തീരുന്ന കേസുകളൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും മനുഷ്യരുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റം നോക്കിക്കേ. കാരണം അത്രമാത്രം ഈ കർഷകരെ തീരെ വിലയില്ലാത്തവരായിട്ട് മാറ്റിക്കളയുന്ന ഒരു സംവിധാനം. ഈ വീണ്ടും നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചോ വൈദികരെ കുറിച്ചൊക്കെ പറയുന്നത്, തീർച്ചയായിട്ടും ഈ വന്യജീവി തീവ്രവാദികളുടെ ഏറ്റവും വലിയ ശത്രുക്കള് കത്തോലിക്ക സഭയും കത്തോലിക്ക മെത്രാന്മാരും കത്തോലിക്ക വൈദികരുമാണ്. കാരണം ഈ നാളുകളിലൊക്കെ കത്തോലിക്ക സഭ നെഞ്ചുറപ്പോടെ പറഞ്ഞതുപോലെ ഈ വന്യജീവി വിഷയത്തിൽ പ്രതികരിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ മന്ത്രിമാര് അവിടെ ഇവിടെയും പോയി സൂപ്പിട്ട് പറയുന്നത് പോലെയുള്ള വർത്താനങ്ങള് കത്തോലിക്ക മെത്രാന്മാരുടെ അടുത്തുനിന്നും കത്തോലിക്ക വൈദികരുടെ അടുത്തുനിന്നും കിട്ടിയേറാത്തത് കൊണ്ട്, നമ്മളെ സ്വാധീനിക്കാൻ നോക്കിയാൽ നടക്കിയേറാത്തതുകൊണ്ട്, നമ്മുടെ ജനത്തിന് വേണ്ടി നെഞ്ചുറപ്പോടെ നമ്മൾ ഇനിയും പറയുന്നുള്ളത് കൊണ്ട് എല്ലാ നാളുകളിലും ഈ വിഷയം കേരളത്തിൽ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം കത്തോലിക്ക സഭയായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു. കാരണം മിക്കവാറും പറയും അച്ഛന്മാര് പള്ളിയിൽ ഇരുന്നാൽ പോരെ, മെത്രാന്മാർ അരമനയിൽ ഇരുന്നാൽ പോരെ. പോരാ, അങ്ങനെയുള്ള മെത്രാന്മാരും അങ്ങനെയുള്ള അച്ഛന്മാരും അല്ല കത്തോലിക്ക സഭയ്ക്ക് ഇന്നുള്ളത്. അങ്ങനെയുള്ള വൈദികരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും ജനങ്ങൾക്ക് ആവശ്യമില്ലെന്നും ദൈവത്തിന് ആവശ്യമില്ലെന്നും നമുക്കറിയാം. ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന, ആ വിശുദ്ധ കുർബാനയില് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ, ഈ നാട്ടിലെ കർഷകന്റെ, ഈ നാട്ടിലെ ആന ചവിട്ടിക്കൊന്നവന്റെ, ഈ നാട്ടിലെ മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കന്മാരുടെ കണ്ണീരും വിലാപവുമായിട്ടാണ് ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ അൾത്താരയിലേക്ക് ചെല്ലുക. അവിടെ ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ക്രിസ്തു പറയും, ഇറങ്ങിച്ചെല്ല് ഈ ജനങ്ങളുടെ ഇടയിലേക്കെന്ന്. അങ്ങനെ ഇറങ്ങിച്ചെല്ലാനായിട്ട് ആർജവത്വമുള്ള പുരോഹിതന്മാരാൽ സമ്പന്നമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭ. അതുകൊണ്ട് എത്ര മന്ത്രിമാരെ നിർത്താലും എത്ര നേതാക്കന്മാരെ എടുത്താലും കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയുടെ മെത്രാന്മാരും വൈദികരും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവസാന ശ്വാസം വരെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി പറയാൻ കത്തോലിക്ക സഭയുടെ വൈദികരും മെത്രാന്മാരും ഉണ്ടാവും. യെസ്, വളരെ ഇടുറ്റ വാക്കുകളാണ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി പങ്കുവച്ചത്. ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ, ഞാൻ ഈ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ജയപരാജയങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിൻ്റെ കാരണമായിട്ട് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ റീസൺസ് ആണ് നമ്മുടെ രാഷ്ട്രീയ കേരളം പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ചരിത്രത്തിൽ എങ്ങും നാം കേട്ടിട്ടില്ല ആ ജനപ്രതിനിധി അല്ലെങ്കിൽ ആ ഭരണകൂടം
വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ അതിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് അത് പരാജയപ്പെട്ടതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഇടയായത്. അതാണ് അവർക്ക് രാഷ്ട്രീയമായ തിരിച്ചടിയായത്. അല്ലെങ്കിൽ കാർഷിക മേഖലയെ വേണ്ടത്ര പരിഗണിച്ചില്ലാത്തത് കൊണ്ടാണ് അവർക്ക് പരാജയം സംഭവിച്ചത് എന്ന തരത്തിലേക്ക് ചർച്ചകളോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഡിസ്കഷൻസോ ഒന്നും പോകുന്നില്ല. പലപ്പോഴും ഒരു പെരിഫറലായിട്ട് പൊളിറ്റിക്കലായിട്ട് നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഈ കാഫർ സ്ക്രീൻഷോട്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. അത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കെട്ടടങ്ങി. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുള്ള വിഷയങ്ങളിൽ ഇവർ നടപടിയെടുത്തോ, ഇവർ പരാജയമായിരുന്നോ എന്നത് എന്തുകൊണ്ട് ചർച്ചയാക്കപ്പെടുന്നില്ല? ആ തരത്തിലേക്ക് ഇനി പ്രത്യേകിച്ച് ഈ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ചിന്തകൾ പോകേണ്ട, ഒരു പൊളിറ്റിക്കൽ മൂവ് നടത്തേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? തീർച്ചയായിട്ടും ജോർഡി, നമ്മൾ ഒരിക്കൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്കാണ് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ദുരന്തമായി മാറുകയാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനങ്ങളും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലും അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറാനുള്ള അവസരങ്ങളും മാത്രമായിട്ട് ഭരണാധികാരികൾ അല്ലെ അധികാരങ്ങൾ രൂപപ്പെട്ടു പോകുമ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ അപജയത്തിന്റെ ആകത്തുകയാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്യമൃഗശല്യ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ കാർഷിക മേഖലയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ നെരിപ്പോടുകളാണ് ഞങ്ങൾ പരാജയക്കാരനെന്ന് സമ്മതിക്കുന്നത് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നുപോലെ എതിർക്കും. കാരണം ഇവർ രണ്ടു കൂട്ടരും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരായതുകൊണ്ട് അത്തരത്തിലുള്ള വാദഗതി സമൂഹത്തിലേക്ക് ഉയർത്താൻ അവർ ആഗ്രഹിക്കില്ല. അവരാണല്ലോ ഈ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഭരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അത് MLA ആയാലും MP ആയാലും അത് പഞ്ചായത്ത് തലത്തിലായാലും, ആ പ്രതിനിധികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. എന്തുമാത്രം ഇവർ പ്രവർത്തിക്കുന്നു, ഏതൊക്കെ വിഷയങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് നടപ്പിൽ വരുത്തുന്നു, ഏത് വിധത്തിലാണ് ഇവർ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നത്, എത്രമാത്രം കറപ്ഷൻ ഇല്ലാതെ അവർ പ്രവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒരു ഫീഡ്ബാക്ക് എടുക്കാനും ഓരോ MP-യുടെയും ഓരോ MLA-യുടെയും പ്രവർത്തനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്തി ഒരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള സംവിധാനം ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കും. കത്തോലിക്ക കോൺഗ്രസ് ആ തരത്തിൽ ഒരു മുന്നേറ്റം നടത്തുവാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഞങ്ങൾ ആ തരത്തിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ 5 കൊല്ലക്കാലം എന്ത് ചെയ്തു നിയമസഭയിൽ, എന്ത് ചെയ്തു പഞ്ചായത്തിൽ, എന്ത് ചെയ്തു ലോക്സഭയിൽ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് വിചാരിക്കും. അതോടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തില് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇപ്പൊ 1972 നിയമത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ 72 നിയമം അമെന്റ്മെന്റ്സ് ഒക്കെ നടത്തി, പിന്നീട് നടത്തി. 2022 ഒരു അമെന്റ്മെന്റ് നടത്തിയ നിയമമുണ്ട്. പക്ഷെ ആ നിയമത്തിൽ എന്ത് ചെയ്തു, 75-ലുണ്ടായിരുന്ന ഷെഡ്യൂളുകൾ, വിവിധ 6 തരം ഷെഡ്യൂളുകളാണ് വന്യമൃഗങ്ങളെയും അത് പ്ലാന്റ്സിനെയും അല്ലെങ്കിൽ സസ്യജാതികളെയും ഒക്കെ പെടുത്തിയിട്ടുള്ള 6 ഷെഡ്യൂളുകളുണ്ട്. അതിനെ 4 ഷെഡ്യൂളായി ചുരുക്കി. 4 ഷെഡ്യൂളിൽ 3 ഷെഡ്യൂള് വന്യമൃഗങ്ങളുടെയും പക്ഷി ജീവജാലങ്ങളുടെയുമായി, ഒരു ഷെഡ്യൂള് സസ്യങ്ങളുടേതുമായി മാറി, അല്ലെങ്കിൽ വൃക്ഷങ്ങളുടേതും ആയി മാറി, പ്ലാന്റ്സ് കിങ്ഡം, മറ്റത് ആനിമൽ കിങ്ഡം. ആ 3 ഷെഡ്യൂൾ 1-ൽ പെടുന്ന ജീവികളാണ് കാട്ടാന, അതുപോലെ കടുവ, കാട്ടുപോത്ത്, അതുപോലെ കുരങ്ങ്. ഇതെല്ലാം ഷെഡ്യൂൾ 1-ലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ കംപ്ലീറ്റ്. ഷെഡ്യൂൾ 1-ൽ പെടുന്നതിനെ ഒരു കാരണവശാലും ഒരു ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാനോ, ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയാൽ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കിയാൽ അതിനെ അത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാനോ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാനോ മുമ്പുണ്ടായിരുന്ന നിയമം പോലും ഇപ്പൊ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഷെഡ്യൂൾ 1-ൽ ഉള്ളതിനെ അത് ചെയ്യാൻ പാടില്ല എന്നാണ്. ഷെഡ്യൂൾ 2-ലും 3-ലും ഉള്ളതിനെയാണ് വേണമെങ്കിൽ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാം എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നത്. അപ്പൊ ഇത് മാറേണ്ട സാഹചര്യമുണ്ട്. ഇപ്പൊ ഈ നിയമം പരിഷ്കരിക്കുന്നതിന് നമ്മൾ ശക്തമായിട്ട് ജനപ്രതിനിധികൾ ആവശ്യപ്പെടണം. ഷെഡ്യൂൾ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും 3-ലാണെങ്കിലും ഏത് ഷെഡ്യൂളിൽ പെട്ടതാണെങ്കിലും അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നതാണെങ്കിൽ അതിനെ, ഷെഡ്യൂൾ 1-ൽ പെട്ട ഒരു ജീവിയാണെങ്കിൽ അതിനെ, അത് കടുവയാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും ആനയാണെങ്കിലും എന്തായാലും അതിനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് വെർമനായി പ്രഖ്യാപിക്കാനുള്ള ശക്തമായ തീരുമാനം ഉണ്ടാകണം. ഇനി ഒരു വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്ന് ഒരു കടുവ ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവിടെ ബിസ്ക്കറ്റ് ചായം കഴിച്ച് മീറ്റിംഗ് കൂടാനുള്ള നേരമില്ല.
പിന്നെ നിയമത്തിൽ പറഞ്ഞ എന്താണ്? അതിനെ ഏതെങ്കിലും വിധത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. അത് അതിനെ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ട്രാങ്കുലൈസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ആ മൃഗത്തെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് നടക്കാതെ വന്നാൽ മാത്രമേ അതിനെ വെടിവെക്കാവൂ എന്നുള്ളതാണ് ഉത്തരവ്. ഓട്ടോമാറ്റിക് ആയിട്ട് അതിനുള്ള ഉത്തരവ് ആരാ ഇറക്കേണ്ടത്? അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കാം. ഓരോ സംസ്ഥാനത്തും ചെയ്യാം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ത് ചെയ്യും? അതിനെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെ, അതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് വെടിവെക്കാൻ ഉത്തരവിടില്ല. വെടിവെക്കാൻ ഉത്തരവിട്ടാൽ ഉണ്ടാകുന്ന ഒരു ദോഷം എന്താ? ഇവിടുത്തെ കപട പരിസ്ഥിതിവാദികൾ ഉടനെ അതിന് ആദ്യ മുറകളൊന്നും പരിശീലിച്ചിട്ടില്ല, ആദ്യ മുറകളൊന്നും പരിശോധിച്ച് നോക്കിയില്ല, അല്ലെങ്കിൽ അത് പ്രയോഗിച്ചു നോക്കിയില്ല എന്ന ആക്ഷേപത്തിൽ കേസിന് പോയ ആൾ കൊടുക്കും. ഇത്തരത്തിലുള്ള ചില ഉട്ടോപ്യൻ നിയമങ്ങളും ചില ഭയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഷെഡ്യൂൾ 1 പെടുന്ന മൃഗങ്ങളെ ഏത് കാലത്തും എപ്പോൾ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെർമിനായി പ്രഖ്യാപിക്കാം എന്നുള്ള ഒരു പരിഷ്കരണം ഈ വന്യജീവി നിയമത്തിന്റെ 1972 ആക്ടില് പുതിയതായിട്ട് അടിസ്ഥാനമായി രേഖപ്പെടുത്താൻ ഈ ജനപ്രതിനിധികൾക്ക് കഴിയണം. രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വൈൽഡ് ലൈഫ് വാർഡന്മാര് ഈ മൃഗങ്ങളെ പിടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. കോമ്പൻസേഷൻ എടുക്കുക. മൃഗങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കോമ്പൻസേഷന്റെ കേസ് എടുക്കുക. അപ്പൊ ജനവാസ കേന്ദ്രങ്ങളിലെ ആളുകൾക്കോ കൃഷിക്കോ നഷ്ടമുണ്ടായ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ നിയമപ്രകാരമാണ്. അവരുടെ നിയമപ്രകാരമാണ് അത് കൊടുക്കുന്നത്. സെൻട്രൽ വൈൽഡ് ലൈഫ് ആക്ടില് അതനുസരിച്ച് വന്യജീവികള് വനത്തിന് പുറത്ത് ജനവാസ മേഖലകളിൽ ഉണ്ടാക്കുന്ന ഡാമേജുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പ്രൊവിഷൻ ഇല്ല. അത് നിർബന്ധമായിട്ട് നമ്മൾ ഈ പറയുന്ന വന്യജീവി നിയമത്തിന്റെ പരിഷ്കരണം ചേർക്കുവാനായിട്ട് ഈ എംപിമാരും MLA-മാരും നിർബന്ധമായിട്ടും ആവശ്യപ്പെടണം. അതാണ് ഞാൻ പറയുന്നത്, ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഉറക്കമാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമായി തീരുന്നത്. അപ്പൊ ഷെഡ്യൂളുകള് പുനഃക്രമീകരിക്കുവാൻ, നിശ്ചിത കാലത്തേക്ക് ഏത് മൃഗത്തെയും അത് ശല്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ, അതുപോലെ തന്നെ ഇതിന് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കുവാൻ, ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ നമ്മുടെ ജനപ്രതികൾ എന്തുമാത്രം തൽപരരാണ്. അവരത് തൽപരമല്ല, അവർക്ക് അത് അറിയ പോലുമില്ല. അതാണ് ഇതിന്റെ വിഷയം. അവർക്കത് അറിയേണ്ട കാര്യമില്ല. പക്ഷെ അവർ വോട്ട് മേടിച്ചു പോകും, വിജയിച്ചു പോകും, ഓരോ പ്രാവശ്യം വരും. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട ഫാദർ സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശ ധ്വംസനം അതാരും കാണുന്നില്ല. ലോകത്തിൽ മനുഷ്യാവകാശ വലിയ കാര്യമായിട്ട് പ്രൊക്ലെയിം ചെയ്യുക UN അടക്കമുള്ളിടത്ത്. ഇന്ത്യയിലും അതെ, ബാലാവകാശ കമ്മീഷനൊക്കെ ഉണ്ട്. എത്ര ബാലാവകാശ കമ്മീഷൻ ഈ വന്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ പരിശോധിച്ച് അതിനെതിരെ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അടിയന്തരമായി തടയണമെന്ന് എത്ര സർക്കാരുകൾക്ക് ശുപാർശ കൊടുക്കുന്നുണ്ട്? അതൊക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട്, അത് സാധാരണക്കാരും പാവപ്പെട്ടവരും കർഷകരും മലയോരമേൽ കഴിയുന്ന ജനങ്ങളുമായതുകൊണ്ട് അവരെ ആർക്കും വേണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ട സ്റ്റാപ്പുകള് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലും എല്ലാം കടന്നുകൂടുന്നതിന്റെ ദുരന്തം നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വനങ്ങളുടെ വാഹക ശേഷി കൃത്യമായിട്ട് തീരുമാനിച്ച് അതിന്റെ എണ്ണത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളും വനവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന 16,400ഓളം കിലോമീറ്റർ നീളമുണ്ട്. ആ കേരളത്തിന് അത്രയും നീളം വീതിയൊന്നുമില്ല. പക്ഷെ ഈ വനം കയറി ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് ജനവാസ കേന്ദ്രങ്ങളും വനവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന 16,400 കിലോമീറ്റർ നീളമുണ്ട്. ആ 16,400 കിലോമീറ്റർ നീളത്തിൽ നാമമാത്രമായ ഫെൻസിങ് ഉയരമുള്ളത് 2,800 കിലോമീറ്റർ മാത്രമാണ്. ബാക്കി 14,000 അല്ലെങ്കിൽ 13,000 കിലോമീറ്റർ ഇവിടെ ബെയറായിട്ട് കിടക്കാണ്. എപ്പോ വേണമെങ്കിലും വന്യമൃഗങ്ങൾക്ക് ഓടി ഇറങ്ങാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക്. എന്ത് പരിഹാരമാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത്? എന്ത് സംവിധാനങ്ങളാണ് സർക്കാർ ഇവിടെ ഇത്രയും കാലമായിട്ട് ഭരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്നും വിദേശത്തു നിന്നും സംസ്ഥാനത്തു നിന്നും ഫണ്ടുകൾ റേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആര് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ വകമാറി ചെലവഴിക്കുകയും മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ച് അതിന് കുറ്റം പറയാൻ പറ്റില്ല. വനത്തിനുള്ളിലെ പ്ലാന്റേഷൻ എന്തിനാ? നമ്മളത് ആലോചിച്ച് നോക്ക്. ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ മുഖ്യ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അത് വനപാലകരും അല്ലെങ്കിൽ വന നിയമം കൈകാര്യം ചെയ്യുന്നതും വന്യജീവി നിയമം കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമാണ്. അതാണ് നമ്മൾ ആദ്യം അത് തിരുത്തേണ്ടത്. ഏകദേശം 1.6 ലക്ഷം ഹെക്ടർ സ്ഥലം വനത്തിനുള്ളിലെ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം പ്ലാന്റേഷൻസ് ആണ്. തേക്കിന്റെ, യൂക്കാലിപ്സിന്റെ, അക്കേഷ്യയുടെ ഒക്കെ 1.6 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് പ്ലാന്റേഷൻ ആണ്. എന്തിനാണ് സ്വാഭാവിക വനത്തിനുള്ളിൽ പ്ലാന്റേഷൻസ്? തേക്ക് വീണ്ട ഇല വീണ് കിടന്നു കഴിഞ്ഞാൽ പുല്ല് പോലും മുളക്കിയല്ല. സ്വാഭാവികമായിട്ട് അവിടുന്ന് വന്യമൃഗങ്ങൾ പുല്ല് കിട്ടുന്ന മനുഷ്യന്റെ വച്ചപ്പുള്ള ഭൂമിയിലേക്ക് ഇറങ്ങും. അവിടെ വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ അവൻ ഇല്ലായ്മ ചെയ്യും. അപ്പൊ അതിന്റെ സാഹചര്യം ഒരുക്കിയിരിക്കുന്ന ഇവരാണ്.
അതുപോലെ തന്നെ ഞാൻ വയനാട്ടിലെ ഒരു ഉദാഹരണം കൂടെ പറയാം. വയനാട്ടിൽ സ്വർണ്ണക്കുളം നട്ടുപിടിപ്പിച്ചു. ആരാ ചെയ്തതെന്ന് അറിയാം? ഫോറസ്റ്റുകാർ ചെയ്തതാണ്. വനത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഫോറസ്റ്റുകാർ 14 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ സ്വർണ്ണക്കുളം നട്ടുപിടിപ്പിച്ചു. വയനാട്ടിൽ പോയാൽ കാണാം നമുക്കത്. 345 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന വയനാട്ടിലെ ഫോറസ്റ്റിൽ 14 സ്ക്വയർ കിലോമീറ്റർ സ്വർണ്ണക്കുളം വെച്ച് പിടിപ്പിച്ചിട്ട് 2013-14 കാലഘട്ടങ്ങളിൽ നട്ടുപിടിപ്പിച്ചു. 18-19 ആയപ്പോഴത്തേക്കും അത് 30 സ്ക്വയർ കിലോമീറ്ററിൽ അധികമായി. ഇപ്പോ അത് വയനാട്ടിൽ 125 സ്ക്വയർ കിലോമീറ്റർ ആയി. എന്താ ഈ സ്വർണ്ണക്കൊന്നയുടെ പ്രത്യേകത? അത് നമ്മൾ അറിയണം. നമ്മൾ വിചാരിച്ചു കൊന്ന വളർന്നുകൊണ്ട് എന്താ പ്രശ്നം എന്ന്. സ്വർണ്ണക്കൊന്ന ഒരു വിദേശ മരമാണ്, ഒരു എക്സോട്ടിക് സ്പീഷീസ് ആണ്. അതവിടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വാഭാവിക സെക്രീഷൻ ഉണ്ട്, അതിന്റെ ഒരു ദുർഗന്ധമുണ്ട്. അവിടെ ഒരു ജീവജാലങ്ങൾ നിൽക്കാൻ കഴിയില്ല. അതിന്റെ ചുവട്ടിൽ ഒരു പുല്ല് പോലും മുളക്കിയില്ല. അവിടെ സൂക്ഷ്മാണുക്കൾ വരെ നശിച്ചു പോകും. അങ്ങനെ ഈ 1/3 വനം, 37% വനം വയനാട്ടിൽ സ്വർണ്ണക്കൊന്ന മൂടിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? അതിനെ ഒഴിവാക്കാൻ വേണ്ടി കോടികൾ കൊടുത്തുകൊണ്ട് കുറേശ്ശെ മുറിച്ചു മാറ്റുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ വയനാട്ടിലെ 3/1 വനം നശിപ്പിച്ചപ്പോ പിന്നെ വനത്തിൽ ജീവിക്കേണ്ട ജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ എവിടെയാ? ജനവാസ കേന്ദ്രങ്ങളിലായി. അപ്പൊ ആരാണ് അതിന് ഉത്തരവാദി? അത് വനവകുപ്പ് ചെയ്ത പണിയാണ്, സാധാരണക്കാർ ചെയ്ത പണിയല്ല. ഇങ്ങനെ എല്ലാ വിധത്തിലും വനം വകുപ്പും വന ഉദ്യോഗസ്ഥരും വന നിയമങ്ങളും ഭരണാധികാരികളും ചേർന്ന് ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് അവരൊന്നും ഇത് അറിയുന്നില്ല എന്ന മട്ടിൽ അത് ചർച്ചാ വിഷയമാക്കാതെ ഓരോ പ്രാവശ്യവും വിജയിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ധാർഷ്ട്യം നിലനിൽക്കുന്നത്. ശക്തമായിട്ട് തിരിച്ചടിക്കുവാൻ കേരളത്തിൽ ഒരു ജനമുന്നേറ്റം ആവശ്യമുണ്ട്. സാധാരണ ഇന്നിപ്പോ ടൗണിലേക്ക് കാട്ടുപന്നികൾ ഇഷ്ടം പോലെ ആയിക്കഴിഞ്ഞു. ആനകൾ ഹൈവേയിലൂടെ ഇറങ്ങി ടൗണുകളിലേക്ക് പോരാനായിട്ട് അധിക താമസമില്ല, അവരെത്തും, അധികം താമസിക്കാതെ എത്തും. പുലി, പാമ്പ്, പെരുമ്പാമ്പുകളെ ഒരിക്കലും കാണാത്ത വിധത്തില് ഇത്തരം മൃഗങ്ങളെ നമ്മൾ കാണാത്ത പ്രദേശങ്ങൾ കണ്ടുകയാണ്. രാത്രി കാലങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടച്ചു കൂട്ടിക്കെട്ടിയ വാഹനങ്ങൾ പോകുന്നത് കാണാം. പിറ്റേ ദിവസം അല്ലെ ഒരാഴ്ചക്കുള്ളിൽ അവിടെ ഏതെങ്കിലും ഒരു വന്യജീവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആളുകൾ പറയുക. അതിന്റെ ശല്യം ഉണ്ടായി എന്നാണ് പറയുക. ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വനപാലകരും ഭരണകർത്താക്കളും നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രശ്നം ഈ കേരളത്തെ ഇപ്പോൾ ശക്തമായി എനിക്ക് സംശയമുണ്ട്. വിദേശ രാജ്യങ്ങൾ ഒട്ടുമില്ല. ഇതിലും മൃഗങ്ങളുള്ള രാജ്യങ്ങളില്ലേ? ഇതിലും മൃഗങ്ങളുള്ള ഫോറസ്റ്റ് ഉള്ള രാജ്യങ്ങളില്ലേ? നമ്മൾ ഇവിടെ ഒന്നും ഇത് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഒരു ദുരന്തം നടക്കുന്നതെന്ന് നമ്മൾ, പ്രത്യേകിച്ചും കേരളത്തിലെ കേസിൽ ദുരന്തം നടക്കുന്നത് നമ്മൾ 2 വട്ടം ചിന്തിക്കണം. ആ തരത്തിൽ ഗവൺമെന്റ് ഇടപെടാത്തതിന്റെയും സത്വരമായ നടപടി സ്വീകരിക്കാത്തതിന്റെയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യാത്തതിന്റെയും നിയമം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന്റെയും അതുപോലെ ഫോറസ്റ്റിനെ നശിപ്പിക്കാൻ പറ്റിയ വിധത്തിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങളെയുമാണ് വാസ്തവത്തിൽ മനുഷ്യന് ദുരന്തം വിതയ്ക്കുന്നത്. അതിനെതിരെ വരുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെ വരുന്ന ഭരണത്തിലെല്ലാം നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. ഒരു വലിയ ജനമുന്നേറ്റ കേരളത്തിനെതിരെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് വളരെ വ്യക്തമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അവസാനമായിട്ട് ശ്രീ ജോഷുവിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഈ നാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, കാരണം അതുങ്ങൾക്ക് ബോധമില്ല. പക്ഷേ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷക സമൂഹത്തിന് തിരുത്താൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്, ഈ വരുന്ന രാഷ്ട്രീയക്കാരെ. നമുക്കറിയാം, ഇലക്ഷൻ അടുക്കുമ്പോൾ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാനുള്ള ഒരു അവകാശം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർഷകർ ഇനി ഒറ്റക്കെട്ടായിട്ട്, നമുക്കറിയാം പലർക്കും പല രാഷ്ട്രീയ ചായ്വുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഉണ്ട്. പക്ഷേ ഈ കർഷകരെ ബാധിക്കുന്ന വിഷയത്തിൽ, മലയോര ജനതയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക്, ഈ നടപടികൾ സ്വീകരിക്കാത്തവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ച് അവരെ തിരുത്തേണ്ട ഒരു സമീപനത്തിലേക്ക് കർഷക സമൂഹം മാറേണ്ട ഒരു കാലഘട്ടത്തിലല്ലേ ശ്രീ ജോഷുവ നമ്മൾ ജീവിക്കുന്നത്? അതിനെപ്പറ്റിയുള്ള അങ്ങയുടെ ചിന്തകൾ പങ്കുവയ്ക്കാം അവസാനമായി. അതെ, ഈ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആനയോ കടുവയോ അല്ലെങ്കിൽ വന്നിയോ കുരങ്ങോ ഒന്നുമല്ല ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഞങ്ങള് തെരഞ്ഞെടുത്ത് വിട്ട ഞങ്ങളുടെ ജനപ്രതിനിധികളാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഞങ്ങളുടെ മന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചവരെ ചീത്ത, ഞങ്ങൾക്കെതിരെ കേസ്, ഞങ്ങളുടെ ബന്ധുക്കള് മരിച്ചിട്ട് അവിടെ കണ്ണുനീരോടെ നിൽക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കും, പാടും, കൂത്താടും. അവരാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഇന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്നു. ഇവർക്ക് നാണമില്ല. കൊണ്ട് 20 എംപിമാര് പാർലമെന്റിന് മുമ്പിൽ, 20 രാജ്യസഭയിലും കൂടി പാർലമെന്റിന് മുമ്പിൽ പോയി ധർണ നടത്തും. ഈ എംപിമാരെ നിങ്ങൾ എടുക്കാത്ത പണി എടുത്തിട്ട് 1972 നിയമം ഉണ്ടാക്കിയവരെ ഞാൻ കുറ്റം പറയും.
അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ 2021 സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു. ആ പാർലമെന്ററി സമിതിക്ക് എന്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ എഴുതി കൊടുത്ത എഴുത്താണ്. കേരളത്തിൽ 20 MP-മാർ, അത് രാഹുൽ ഗാന്ധി അടക്കം, ആരും ഒന്നും എഴുതി കൊടുക്കും. ഈ 72 ഭേദഗതി ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ മണ്ഡലത്തിലുള്ള സാധാരണ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെ അറിയാനിട്ടൊന്നുമല്ല. ഞങ്ങളുടെ കർഷക സമിതി നേതാക്കള്, ഈ കത്തോലിക്ക കോൺഗ്രസ്, ഞങ്ങളുടെ മെത്രമാര് വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ട് നിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ MP-മാർ അറിയാനിട്ടാണ്. ആരും ഒന്നും എഴുതി കൊടുത്തില്ല. എഴുതി കൊടുത്തത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇയാൾ അങ്ങനെ എഴുതി കൊടുത്തതെന്നറിയാം, വനം വന്യജീവി നിയമം കർശനമാണ്. ഇത് ഇംഗ്ലീഷിലുള്ളതാണ്. ഇത് 2 പേരാണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ അല്ല ഞാൻ അന്ന് ഉണ്ടാക്കി. ഞാൻ ഉണ്ണിത്താനെ നേരിട്ട് വിളിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തത്. ഇതിനകത്ത് ഈ മനുഷ്യൻ എഴുതി കൊടുത്തിരിക്കുകയാണ്, ആനകളുടെ ജനസംഖ്യ വല്ലാതെ ഇവിടെ ആള് ദിവസം തോറും ആന ചവിട്ടി പോന്നോണ്ടിരിക്കുക. ആന ശല്യം കാരണം ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ MP-യുടെ വേതന 2021 ആനയുടെ എണ്ണം ആണ് ഇയാളുടെ ഒരു വേദന. അതുപോലെ പറയുന്നത് കൃഷിക്കാര് വെർമിനായിട്ട് പ്രഖ്യാപിക്കേണ്ട ജീവിവർഗങ്ങളുടെ എണ്ണം കൂടുതലാക്കി പോയി. അങ്ങനെ വെർമിനായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല, എഴുതി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എഴുതി കൊടുത്തിരിക്കണം സാധാരണ പോലീസിനും ഫോറസ്റ്റുകൾ എടുക്കാനായിട്ടുള്ള അവകാശം അനുവാദം. ഇതുകൊണ്ടൊക്കെ എഴുതി കൊടുത്ത ഈ വിഡ്ഢിയായ MP പിന്നീട് അയാളത് പിന്നീട് തിരുത്തിയിട്ടെന്ന് കാര്യം ഞാൻ ചോദിക്കും, നിന്ന് ആ ധർണ ഇരിക്കുന്നത് കൃഷിക്കാരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 72 നിയമം 2022 ഭേദഗതി ചെയ്തപ്പോൾ ഇവരെന്തു ഭേദഗതി നിർദ്ദേശിച്ചു? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഇനി BJP-യിലെ MP-മാരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവര് സുരേഷ് ഗോപിയുള്ള ഇപ്രാവശ്യമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലെന്തു ഭേദഗതി നിർദ്ദേശിച്ചു? അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ വന്നിട്ട് നിങ്ങളുടെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ നിയമം പോലുള്ള പ്രശ്നങ്ങൾ, എന്താണ് നമുക്ക് വന്യജീവികളെ സംരക്ഷിക്കാൻ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ആലോചന നടത്തി? ഒരാലോചന നടത്തിയില്ല. ഇവിടുന്ന് ഞങ്ങൾ കൊടുത്ത വണ്ടിക്കൂലിക്ക് അവിടെ ട്രെയിനിലും കയറിപ്പോയി, അവിടുന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു, അവിടുന്ന് ഇങ്ങോ പോന്നു. ചെയ്തയാള് ഇത്ര ഉപദ്രവവും കൂടെ ചെയ്തു വെച്ചു. ഇതാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി അടക്കമുള്ള MP-മാരെ നിങ്ങൾക്ക് നാണമില്ലേ? ആന ചവിട്ടി കൊന്ന ഒരു പാവത്തിന്റെ വീട്ടിൽ അയാളുടെ മക്കളുടെ കൂടെ വന്നിരിക്കുക. ആരാണ് ഈ മനുഷ്യൻ കൊല്ലപ്പെടാൻ ഉത്തരവാദി? എന്റെ കൈപ്പിഴ കൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് സംരക്ഷിക്കാനായിട്ടും നിയമം നിർമ്മിക്കാനായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ട നിയമ ഭേദഗതി നിർമ്മിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പാർലമെന്റിൽ പോയില്ല, അവിടെ ചെന്ന് ഇരുന്നില്ല, മുഴുവൻ സമയം കറങ്ങി നടന്നു, പല ദിവസങ്ങളിലും പാർലമെന്റിൽ ഹാജരായില്ല, എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചില്ല. അതിനും പുറമെ ഈ ഭേദഗതി വന്നപ്പോ എന്റെ അഭിപ്രായങ്ങൾ, എന്റെ മണ്ഡലത്തിലുള്ള സാധാരണക്കാരുടെ ജനങ്ങളുടെ അഭിപ്രായം ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചില്ല. അതും ചെയ്തില്ല. എന്നിട്ട് പോന്നിട്ട് നമ്മുടെ കൂട്ടത്തിന് ഞങ്ങള് ഇത് അന്നത്തെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ബാക്കി MP-മാരെയൊക്കെ പരാതികൾ അറിയിച്ചതാണ്. അവരാരും ഒരു നടപടികൾക്ക് പോലും മനസ്താവപ്പെടുകയോ ചെയ്തില്ല. എന്ന് മാത്രമല്ല, അതിന് ശേഷമെങ്കിലും ഒരഭിപ്രായം തിരുത്തി കർഷകരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ മനുഷ്യജീവന് ഭീഷണിയാകുന്ന കാര്യത്തിൽ കൃത്യമായി പെട്ടെന്ന് സത്വരമായ നടപടികൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ കർഷകരും സ്വന്തം കൃഷിയിടത്തിലും മൃഗം കയറാതെ സംരക്ഷിക്കാനുള്ള അവകാശം അവനുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നില്ല, എന്തെങ്കിലും നിർദ്ദേശം വെക്കാൻ ഇവർക്ക്. ഇത് ചെയ്യാതെ സ്വന്തം ഉത്തരവാദിത്വത്തിന്റെ കേടുകൊണ്ട് മാത്രം, കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യന്റെ വീട്ടിൽ പോയി ആശ്വസിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ഒരാൾ മരിച്ചു. അയാൾ മരിച്ചത് അയാളെ എല്ലും പൊട്ടും പെറുക്കി അതിനകത്ത് എന്തെങ്കിലും കച്ചവടം കിട്ടുമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാറ്. വയനാട്ടിലെ മനുഷ്യൻ ആരെ എത്തിക്കോത് അവന് ജീവിക്കാൻ വരാം, കൂടി വിറ്റാൻ വില കിട്ടുകയാണ്, സാമ്പത്തികമായിട്ട് തകർന്നു. ഇന്നിപ്പോ അവനെ വഴിയെ നടക്കാൻ കൂടെ മനസ്സിലാക്കി പോക്കിരിത്തരം കാണിക്കുന്നതിന് അതിന് വേണ്ടതാണ്. ഇവിടെ ഞങ്ങളെ ആന ചവിട്ടി പോകുന്നു, ഇനി ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിലും പോകണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട, ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ തൊഴിൽ മൊത്തത്തിൽ തടസ്സപ്പെട്ടു. ഞങ്ങളുടെ നാടിനെ ഒരു ദിവസം കൂടെ പുറകോട്ട്. ഇപ്പൊ തന്നെ 25 വർഷം പുറകിലാണ് നിങ്ങളുടെ ഭരണത്തിന്റെ മെച്ചം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആന ചവിട്ടി പോകുന്നു, ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ആന കയറി വരാതിരിക്കാൻ ഞങ്ങൾക്കറിയാതെ. ഞാൻ പറഞ്ഞില്ല, ആന വരുന്ന വഴിത്താരയിൽ കിണറുകൾ കുത്തിയിടാൻ ഞങ്ങളെ അനുവദിച്ചാൽ ഒരാനയെ ഞങ്ങൾ വരികയില്ല. കാരണം ആന മലയുടെ മണ്ടക്കൂടെ ഒന്നും കയറി വരില്ല, ഞങ്ങൾക്കറിയാം. ആന താരയുണ്ട്, അതിലൂടെ വരൂ. അവിടെ കർഷകരുടെ ഭൂമി സന്ധിക്കുന്നവർ ഒരു മുഴുത്ത കിണർ കുത്തിയിട്ട് ആനയിനകത്ത് വീഴും, അതിനെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകും. അല്ലാതെ ആന അവിടെ കിണർ കുത്തി വെച്ചാൽ ആന ഇപ്പുറത്തോടെ വട്ടം കിടക്കും, അത് മൂടിയിട്ടാൽ മതി, ആനയിനകത്ത് കുത്തിയിട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ ആരെ ചവിട്ടി കൊണ്ടില്ല, ഫോറസ്റ്റിന് ചെയ്യാം. ഇനിയും സർക്കാരിന് ചെയ്യാവുന്ന വേറൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രതിപക്ഷത്തിന്റെ സമരം വെറും വേഷം കെട്ടലാണ്, ഞങ്ങളെ കളിയാക്കലാണ്, ഞങ്ങളുടെ മരണം വിറ്റ് വോട്ടാക്കാവുന്ന ഈ നീചന്മാര് പരിശ്രമിക്കുക. ഞാൻ സത്യമായിട്ടും പറയും,
ഇനി നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ തോൽപ്പിക്കുന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ആരെ ജയിപ്പിക്കേണ്ടത്? ഇതെല്ലാരും ഞങ്ങൾക്കെതിരാണ്. എല്ലാ സംവിധാനങ്ങളും നമുക്കെതിരായാൽ പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെ ഞങ്ങൾ ഇനി കർഷകർ വേറൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ഇതിനുള്ള സംഘടിത ശേഷി, സാമ്പത്തിക ശേഷി, പ്രവർത്തിക്കാനുള്ള സമയം ഒന്നുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ സമര ആഭാസങ്ങളൊന്നും നിങ്ങൾ നിയമങ്ങൾ തിരുത്തുക. പാർലമെന്റ് ഉണ്ട്. ഈ സംസ്ഥാനത്തെ നിയമസഭയിലെ MLA-മാര് നിങ്ങൾ ഇവിടെ ഇറക്കിയിരിക്കുന്ന റൂളുകളിൽ അതങ്ങ് തിരുത്തുക. ഞങ്ങളുടെ എല്ലാം പറമ്പിൽ നിന്ന് വിട്ടുന്ന മുറിക്കുന്ന തേക്കിന്റെയും മറ്റു മരത്തിന്റെ എല്ലാം അളവെടുക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരേണ്ട ഒരാവശ്യമില്ല. ഇത് വെറും ഇത്രയും സാങ്കേതിക വിദ്യ പുരോഗമിച്ചു വരിക. ഇത്രയും പറമ്പിലും മരം നിൽപ്പുണ്ടെങ്കിൽ ഇപ്പൊ GPS ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും മരം മുറിഞ്ഞെങ്കിലും അവിടെ നോക്കിയാൽ അറിയാവുന്നതും. ഫോറസ്റ്റിലുള്ള എല്ലാ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതിന് AI ക്യാമറ വെച്ച് മറ്റേ വഴിയിലെ പോകുന്ന ആൾക്ക് ബെൽറ്റ് ഉണ്ടോന്ന് അറിയാൻ പറ്റും. ഏതെങ്കിലും ഫോറസ്റ്റ് മരം മുറിച്ചാൽ ഇവർക്ക് അറിയാൻ പറ്റിയല്ലേ? ഉറപ്പായിട്ടും അറിയാൻ പറ്റും. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ചുമ്മാ ഫോൺ മാത്രമുള്ളവന് അറിയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും മരം മോഷണം പോകുന്നുണ്ട്, ആരെങ്കിലും വനത്തിൽ പ്രവേശിച്ചാൽ അറിയാനായിട്ട് ഇന്ന് ഒരാളും കാവലിരിക്കേണ്ട കാര്യം. അപ്പൊ അതൊക്കെ നിർത്തിവെച്ചിട്ട് എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വനവും നാടും തമ്മിൽ ചേരുന്ന സ്ഥലങ്ങളിലേക്ക് ചെറിയ ഓഫീസുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഓഫീസ് ഇരിക്കുന്നത് കാഞ്ഞങ്ങാണ്. അത് വനത്തിന്റെ അതിർത്തിയിലോട്ട് എന്നിട്ട് അവരെ അവിടെ കാവലിനാക്കുക, കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ ഉണ്ടാക്കുക. ഞങ്ങളുടെ ആവശ്യം ഇതാണ്. ജനപ്രതിനിധികള് MLA-മാര് ചെയ്യേണ്ടത് ഇവിടെയുള്ള റൂളുകൾ നിർത്തുക, MP-മാര് ചെയ്യേണ്ടത് 72-ലെ നിയമത്തിലെ അപാകതകൾ തിരുത്തുക. ഇത് മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കും. ഓക്കെ, വ്യക്തമാണ്. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ജനങ്ങളുടെ വോട്ട് മേടിച്ച് മൃഗങ്ങൾക്ക് വേണ്ടി നിയമമുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് നാണമില്ലേ, ഉളുപ്പില്ലേ എന്ന ഒരു ഒറ്റ ചോദ്യം മാത്രം. ഇവിടുത്തെ ഭരണകർത്താക്കളെ ജയിപ്പിച്ച് വിടുന്നത് കാട്ടാനയല്ല, കാട്ടുപന്നിയല്ല, കടുവയല്ല, മറിച്ച് ചോര നീരാക്കി ഈ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകർ ഉൾപ്പെടെയുള്ള ജനതയാണ്. അക്കാര്യം നിങ്ങൾ ഓർത്താൽ നന്ന്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോഷുവ ഫാദർ റോബിൻ, ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കളമറമ്പിൽ, 3 പേർക്കും നന്ദി.